ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇളനീർ അടപ്പായസമാണ്. അതിനുവേണ്ടി ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പാലട മിക്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പാലട മാത്രം ഇട്ടിട്ട് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് വാങ്ങിയ സമയത്ത് ഇത് പാലടൻ്റെ മിക്സാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇതിൽ പഞ്ചസാരയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചധികം വെള്ളം വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ വിസിൽ അടഞ്ഞു പോകും. 3 വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പാലട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിത്ര മതിയാവും. ഇനി ഇതിൽ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഈ മിക്സിലുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ വേവിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് അവസാനം വറുത്തിടുന്നതാണ് നല്ലത്. 300 ഗ്രാമിൻ്റെ 2 പാക്ക് പാലട മിക്സാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കരുത്. അട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ മീഡിയത്തിലിട്ടിട്ട് ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇളനീര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള 2 ഇളനീര് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പാലിൻ്റെ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തീ ഒന്ന് ആറിയതിന് ശേഷമാണ് ഇളനീര് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ആ ഇളനീരും കൂടെ ചേരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക.